ദോശമാവിലേക്ക് പാരസെറ്റാമോൾ ഇട്ട് കൊടുത്തപ്പോൾ സംഭവിച്ചെന്താണെന്ന് കണ്ടു നോക്കും. വളരെ നല്ല അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ദോശമാവ് ഉണ്ടാക്കാം. ഈസ്റ്റ് വേണ്ട, ചോറ് വേണ്ട, പച്ചരി വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. പാരസെറ്റാമോൾ ശരിക്കും നെറ്റിക്കും എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇപ്പം മഴക്കാലമല്ലേ, മഴക്കാലത്ത് വീട്ടിൽ കയറി വരുന്ന ഒരു അതിഥിയാണ് നമ്മുടെ ഒച്ച. ഭയങ്കര ശല്യമാണ് ഈ ഒച്ചിന്. അപ്പോൾ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലും കിച്ചൺ സിങ്കിൻ്റെ അവിടെയും പാത്രത്തിലും സ്പൂണിലും സർവ്വ കാര്യങ്ങളിലും വന്ന് ഇത് കയറി ഇരിക്കാറുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ശല്യമാണ്. നമ്മുടെ ഫുഡിൻ്റെ അകത്തൊക്കെ കയറി അത് വിഷാംശമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പ് കാണിച്ചു തരാം. കുറച്ച് കല്ലുപ്പ് എടുക്കുക, അതിന് മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അലുത്തങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാ ഉപ്പുപൊടിയാണെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വിനാഗിരിയോ ഇച്ചിരി നാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ ഒച്ചിൻ്റെ ശല്യം വീട്ടിലുണ്ടാകും ഇല്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ബൗൾ വേണം എടുക്കാൻ. വീട്ടിൽ യൂസ് ചെയ്യാത്ത ബൗൾ വേണം എടുക്കാൻ. കാര്യം നമുക്ക് ഈ ഹാർപ്പിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇനി നല്ല പാത്രങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഇപ്പോൾ ആ കപ്പിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് 1.5 ടീസ്പൂണോളം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു റിയാക്ഷൻ നടക്കും, നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് അടിപൊളി ഒരു ടിപ്പാണ്. വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ചൊരു കേസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ഒഴിക്കണം. ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് വേണ്ട, ചെറു ചൂട് മതി. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നമുക്ക് ബ്ലോക്കായിട്ട് വരും ഇല്ലേ. ഇച്ചിരി ചോറ് വീണാലും കുട്ടികളൊക്കെ കൊണ്ട് വേസ്റ്റ് തള്ളുമ്പോൾ എല്ലാം ബ്ലോക്കായിട്ട്, എത്ര വലിയ പൈപ്പാണെങ്കിൽ പോലും ഈ കിച്ചൺ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആകും. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് പ്ലംബറെ വിളിച്ചിട്ട് വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല. ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് നല്ലപോലെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് രാത്രിയിൽ വേണം ഇത് ചെയ്ത് വെക്കാൻ. കാര്യം ഇതിനകത്ത് പായലും അഴുക്കുമൊക്കെ കയറിയിരിക്കുമ്പോൾ ഇത് മുടിയെ അതുപോലെ ചോറിൻ്റെ ഒക്കെ എന്തെല്ലാം അംശമൊക്കെ ഉണ്ടെങ്കിൽ ദ്രവിച്ച് പോകുന്നതായിരിക്കും. ഹാർപ്പിക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഒഴിക്കരുത്. സിങ്കിലോട്ട് ഒഴിക്കുകയോ ചെയ്യൽ, ആ പൈപ്പ് ഉരുകി പോകുന്നതായിരിക്കും. പിന്നെ അത് ഒഴിച്ചിട്ട് അനുഭവം ഉള്ളവർക്ക് അറിയാൻ പറ്റും. കാര്യം ഹാർപ്പിക്കിന് അത്ര ശക്തിയാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ തന്നെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഹാർപ്പിക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സിങ്കിലെ ബ്ലോക്ക് എല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത്. ഞാൻ നല്ല പുളിച്ച കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. നല്ല ദോശയുടെ മാവാണെങ്കിലും ഇഡലിയുടെ മാവാണെങ്കിലും കുഴപ്പമില്ല, നല്ല പുളിച്ച് മാവായിരിക്കണം. അപ്പോൾ ദോശമാവ് ഞാൻ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് പൊടിച്ചിരുന്നത്. ഈ പാരസെറ്റാമോളിൻ്റെ ഗുളിക നിങ്ങൾക്ക് ഏത് ഗുളിക വേണേലും പൊടിച്ചിടാൻ. ഇപ്പോൾ പാരസെറ്റാമോളിൻ്റെ ഗുളികയ്ക്ക് നല്ലൊരു എഫക്റ്റ് ആയത് കാരണം ഞാൻ പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് ഇവിടെ പൊടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഗുളിക തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അന്നപ്പം ഞാൻ ആ പാരസെറ്റാമോൾ ഒന്ന് പൊടിച്ചിട്ടതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു റിയാക്ഷനാണ് കേട്ടോ. പതഞ്ഞ് പൊങ്ങി വരും. ഇതിൻ്റെ പുളിയും ബേക്കിംഗ് സോഡയുടെ എഫക്റ്റും വിനാഗിരി ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ എൻ്റെ വിനാഗിരിയിൽ അതുകൊണ്ട് ഞാൻ നാരങ്ങ നീരാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രയും കൂടെ ഈ 3 സൂത്രം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട 2 ചിരട്ടയാണ്. അതായത് തേങ്ങ ഒരല്പമുള്ള ചിരട്ട, തേങ്ങ ചിരണ്ടിയതിൻ്റെ ഇതായിട്ടുള്ള ചിരട്ട വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലത്തെ ചിരട്ട വേണം നമുക്ക് എടുക്കാനുള്ളത്. ഇത് നമുക്ക് വീട്ടിലിപ്പോൾ മഴക്കാലമല്ലേ, ഭയങ്കര മഴയാണ്. അതിനനുസരിച്ചാണ് ഇപ്പോൾ എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നാണെങ്കിൽ ഇക്കാലത്ത് എലികളുടെ ശല്യം ഇത്രയും കൂടുതലാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇക്കാലത്തും എലികൾ ഭയങ്കര ശല്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ
നശിപ്പിച്ച് വെക്കാനും നമ്മുടെ ഫുഡ് ഐറ്റംസിലെല്ലാം കയറി ഇറങ്ങി നശിപ്പിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ഭയങ്കര ശല്യമായിട്ടാണ് അതിപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതുങ്ങളെ തുരത്താൻ വിഷമൊന്നും വെക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഈ ദോശമാവിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കുന്നത്. ഈ ദോശമാവാകുമ്പോൾ എലികൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് സാധനം വെച്ചാലും ഇതുങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ ആ ദോശമാവിൻ്റെ പുളിയൊക്കെ വളരെ ഇഷ്ടമാണ് പല്ലിക്ക്, പാറ്റാക്ക്, എലിക്കൊക്കെ. അപ്പോൾ ഇതുങ്ങൾ വന്ന് ഈ ചിരട്ടയുടെ തേങ്ങയും കൂടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അടിച്ച് വന്ന് ഇത് തിന്നോളും. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് ഒറ്റ പ്രാവശ്യം വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ എലി ശല്യം, പാറ്റാ ശല്യം ഒക്കെ ഉള്ളത് ആ വശത്തോട് നിങ്ങൾ കൊണ്ടുവച്ച് അത് നക്കി തിന്നുന്നതാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങൾ പോകുന്നതുമാണ്. അപ്പോൾ ഞാൻ കിച്ചൺ സിങ്കിൻ്റെ അവിടെയും ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയാണ് എനിക്ക് കൂടുതൽ ശല്യമായിട്ട് തോന്നിയിട്ടുള്ളത്. അവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇനി നമ്മുടെ സിങ്കിലേക്ക്, ഈ സിങ്കിൻ്റെ അകത്ത് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രാത്രി ആകുമ്പോൾ പല്ലി, പാറ്റ, എലി എല്ലാം ഇരിക്കും അല്ലേ, നശിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ സിങ്കിലേക്ക് ഒരു ചിരട്ട വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ദോശമാവ് ഇതുപോലെ ഒന്ന് തേച്ച് വെക്കുക. പിറ്റേ ദിവസം നമുക്ക് രാവിലെ നോക്കും നല്ല റിസൾട്ട് ആയിരിക്കും. ഇതിനകത്ത് പല്ലി, എലി, വാറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും, കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് കൃഷി സ്ഥലങ്ങളിലും കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ പിടിച്ചിട്ടതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്യാവുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പച്ചരിയൊക്കെ ഉഴുന്നും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടിയും കൊണ്ട് ഒന്നുണ്ടാക്കി നോക്കും. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലായിട്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടി നമ്മൾ അരിപ്പൊടിയിലേക്ക് ഉഴുന്ന് അരച്ചൊഴിക്കരുത്. പകരം അതിപ്പോൾ പൊടിയിലേക്ക് ഒഴിക്കുമ്പോൾ ഈ കട്ട കെട്ടാൻ സാധ്യത കൂടും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പകരം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതേ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇളക്കി കാണിച്ച രീതി ഒരു മിക്സ് ചെയ്ത് കട്ടിക്കാക്കി വെക്കുക. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് കുതിർത്തത് കഴുകി വാരി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടതിന് ശേഷം അരയ്ക്കുക. അരച്ചിട്ട് ആ മാവിലേക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാൻ. ഈ ഇഞ്ചിയും കൂടി ഇട്ട് അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റും ആകും. അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയും ഇഡ്ഡലി മസാല ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ടേസ്റ്റുമാണ്. നല്ല പതഞ്ഞു പൊങ്ങി വരും. ഇതിന് ചോറ് വേണ്ട, ഈസ്റ്റ് വേണ്ട, സോഡാപ്പൊടി വേണ്ട, പച്ചരിയും വേണ്ട, ഇതൊന്നും വേണ്ട. ഈ ഒരു സൂത്രം ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ അരിപ്പൊടി കുതിർത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര അരിപ്പൊടിയാണോ വേണ്ട അതിനനുസരിച്ച് ഉഴുന്നും ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഇനി പച്ചരി അരച്ചില്ലേലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഇവിടെ നമുക്ക് ഇതും കൊണ്ട് അരിപ്പൊടിയും കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചിലർക്ക് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാവ് നല്ല പുളിക്കാനും സോഡാപ്പൊടി ഇതൊന്നും ഇല്ലാതെ പുളിക്കാനൊക്കെ നല്ലതാണ് നമ്മുടെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. അത് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ചപ്പാത്തി കോലുണ്ടല്ലോ, അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ചപ്പാത്തിക്കോലും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കും. സ്പൂണിനെക്കാട്ടിലും നല്ലതാണ് ഈ ചപ്പാത്തിക്കോലുണ്ടെങ്കിൽ. തടി കഷ്ണത്തിൻ്റെ ഇതും കൊണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മാവ് പുളിച്ച് വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അവിടെ ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് രാവിലെ ദോശയോ ഇഡ്ഡലിയോ മസാല ദോശയോ എന്ത് വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇഞ്ചി ഇട്ടിരിക്കുന്ന കാരണം നല്ലപോലെ പുളിയും നല്ല ടേസ്റ്റും കാണും. നല്ല പുളിച്ച് പൊങ്ങുകയും ചെയ്യും. പക്ഷേ ഒത്തിരി പുളിയും കാണത്തില്ല. നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ദോശ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ചപ്പാത്തിക്കോലും കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. രാവിലെ എഴുന്നേറ്റ് നല്ല പൂ പോലത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഞാൻ പൂ പോലത്തെ ദോശയാണ്. നല്ല ദോശ. ഇതിനോട് സാമ്പാർ തക്കാളി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഇങ്ങനത്തെ സൂത്രങ്ങളെല്ലാം ഒന്ന് ചെയ്തും കൂടെ നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.